സിസ്റ്റേഴ്സിൻ്റെയും ജ്യേഷ്ഠ സഹോദരങ്ങളുടെയും ഒക്കെ ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ പദങ്ങളിലൊന്നാണ് ബ്രദർ. ഒരു ബ്രദർ അതിങ്ങനെ ഒരു സിബ്ലിംഗ് പദമായിട്ടല്ല നമ്മൾ കരുതുന്നത്. അതിങ്ങനെ സ്നേഹത്തിൻ്റെ തന്നെ എക്വലൻ്റ് വേർഡാണ്. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വാട്ട് ഹസ് ഹാപ്പൻഡ് യുവർ ലവ്. നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദ്യത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിൻ്റെ സ്നേഹത്തിന് എന്നാ പറ്റി. വാസ്തവത്തിൽ ആ ഒരു പദത്തെ ഏറ്റവും ഭംഗിയായിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു മനുഷ്യ നിലയിലാണ് നമ്മൾ അസീസിലെ ഫ്രാൻസിനെ പരിചയപ്പെടുന്നത്. ക്രിസ്ത്യാനിറ്റി ലോകത്തിന് കൊടുത്ത ഏറ്റവും നല്ല വാക്കുകളിലൊന്നാണത് ബ്രദർ. അതിന് ജെൻഡർ ഇല്ല കേട്ടോ. ഒരാളുടെ എല്ലാത്തരം ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണെന്താ ബ്രദർ. എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ പറയും കുലീനമായ ബന്ധങ്ങളുടെ കലയാണ്, ആർട്ട് ഓഫ് ഡിഗ്നിഫൈഡ് റിലേഷൻഷിപ്പ്. അപ്പം പലതരത്തിലുള്ള ബന്ധങ്ങൾ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്താ ബ്രദർ. വല്ലാത്ത ഗ്രാവിറ്റി ഉള്ള, വല്ലാത്ത റെസണൻസ് ഉള്ള ഒരു പദമാണ്. ഈ വാക്ക് ഇങ്ങനെ താനേ സംഭവിക്കില്ല. ഉദാഹരണത്തിനായിട്ട് അസീസിലെ ഫ്രാൻസിസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥ നിങ്ങൾക്കറിയാം. ആശ്രമത്തിൽ കള്ളൻ വരുന്നു. കള്ളനെ ഈ സഹോദരന്മാർ ഉപദ്രവിച്ച് പുറത്തേക്ക് ഓടിക്കുന്നു. അത്താഴത്തിന് ഫ്രാൻസിസ് എത്തുമ്പോൾ അവരതിൻ്റെ വീരചരിത്രം പറയുകയാണ്. ഇങ്ങനെ കള്ളം വന്നു, നമ്മളെല്ലാം കൂടി അയാളെ അടിച്ചു ഓടിച്ചു. നോക്കുമ്പോൾ ഈ മനുഷ്യൻ കരയുകയാണ്. അപ്പം അവർ ചോദിക്കുന്നു, എന്താണങ്ങേ സങ്കടപ്പെടുത്തുന്നത്? ഫ്രാൻസിസ് അവരോട് പറയുന്ന വാക്കിങ്ങനെയാണ്, ബ്രദർ തീഫ്, സഹോദരൻ കള്ളൻ. ബ്രദർ തീഫ്. അയാൾക്ക് വിശന്നപ്പോൾ അകത്തേക്ക് വന്നപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം അയാളെ ബുദ്ധിമുട്ടിലാക്കിയല്ലേ. അപ്പം ആ വാക്കിങ്ങനെ മുഴങ്ങിയാണ്, ബ്രദർ തീഫ്. ചെറുപ്പക്കാരാണ്, ജീവിതത്തോട് കുറെ കൂടി ഒത്തൻറ്റിക് ആകാനും ജെനുവിനാകാനും ആഗ്രഹിക്കുന്നൊരു സെഗ്മെൻറ്റാണ്. അവരിങ്ങനെ കണ്ടുപൂട്ടി ആ വാക്ക് ധ്യാനിച്ചു, ബ്രദർ തീഫ്. അടുത്തത് അവർക്ക് വേണ്ടി വിളമ്പി വെച്ച ഭക്ഷണമുണ്ട്. ഇങ്ങനെ പിഞ്ഞാണങ്ങളിൽ ഭക്ഷണം വിളമ്പി വെക്കുന്ന ഒരു രീതിയായിരുന്നു. പുറത്തെ തണുപ്പിലേക്ക്, പുറത്തെ ഇരുട്ടിലേക്ക് ഒരു 10-30 ചെറുപ്പക്കാർ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്, സഹോദരൻ കള്ള, സഹോദരൻ കള്ള, ഒന്ന് കഴിച്ചിട്ട് പോടാ. ഇത്രയും പേര് ഒരുമിച്ച് പുറത്തേക്ക് വരുന്ന കണ്ടപ്പോൾ തന്നെ വീണ്ടും ബുദ്ധിമുട്ടിലാക്കാൻ വരികയാണെന്നൊക്കെ ഓർത്തിട്ട് ഇയാളൊരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു പോയി. അതുകൊണ്ട് അയാൾക്കിപ്പോൾ പുറത്തു വരാൻ പറ്റത്തില്ല. തൻ്റെ കരച്ചിൽ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അയാളുടെ കൈ ഇങ്ങനെ കടിച്ചു പിടിച്ചു. എന്തൊക്കെയാണ് ഈ മനുഷ്യർ പറയുന്നത്? ബ്രദർ തീഫ്. അത് ഒരുപക്ഷെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആദിമ ക്രൈസ്തവ സമൂഹം ഉപയോഗിച്ച ഇൻറ്റൻസിറ്റിയിൽ ഉപയോഗിക്കുന്ന ആളുടെ പേരായിരുന്നു 13-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിസ്. കാരണം മറഞ്ഞുപോയൊരു പദത്തെ രാഗിമിനിക്കിയത് ആദിമ ക്രൈസ്തവ സമൂഹമാണ്. അവരാണ് ഈ ഉൽപ്പത്തിന്ന് ഈ വാക്കിനെ നടപടിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് ആ വാക്ക് കോമൺ ആവുന്നത്, ബ്രദർ, ബ്രദർഹുഡ്. അപ്പം ഇത് താനേ സംഭവിക്കില്ല. ഇതിൻ്റെ സ്പ്രിംഗ് ബോർഡ് ഉണ്ടാവും. ആ സ്പ്രിംഗ് ബോർഡ് എന്താണെന്ന് വെറുതെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു അപ്ലൈഡ് വേർഷൻ കാണാമെന്നാണ് കരുതുന്നത്. ഒരാൾ ബ്രദറാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ അപ്പനെ തിരിച്ചറിയണം. അപ്പോൾ ആ സെൻസ് ഓഫ് ഫാദർഹുഡ്, അബ്ബാ കോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദമായിട്ടാണ് എന്ത് വരുന്നത്? ബ്രദർ വരുന്നത്. ഒരു ദിവസം ഒരാൾക്ക് അയാളുടെ അപ്പനെ പിടുത്തം കിട്ടുന്നു. അതിനുശേഷം ഏറ്റവും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന, ഏറ്റവും ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന ഒരു വിചാരമാണ് എന്താ? ബ്രദർ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ ദ എൻഡ് ഓഫ് ദ ഡേ
എന്താ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു മനുഷ്യൻ തൻ്റെ അപ്പനെ തിരിച്ചു പിടിക്കുന്ന ദിവസമാണ്, കണ്ടെത്തുന്ന ദിവസമാണ്. അതേതൊരു സരണിക്കകത്തത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ലോകത്തിൻ്റെ ഒരു ആന്തരിക ഭൂപടമുണ്ട്, പുറത്തൊരു ഭൂപടം ഉള്ള കണക്ക് തന്നെ അകത്തൊരു ഭൂപടമുണ്ട്. നമ്മളതിനെ വിളിക്കുന്ന വാക്ക് ഇന്നർ ടോപ്പോഗ്രഫി എന്നാണ്. ആന്തരിക ഭൂപടം, ആ വാക്ക് നല്ലൊരു വാക്കാണ്, ടോപ്പോഗ്രഫി, ഇന്നർ ടോപ്പോഗ്രഫി. അപ്പോൾ ഈ ഇന്നർ ടോപ്പോഗ്രഫിയെ മാർക്ക് ചെയ്തിരിക്കുന്ന മനുഷ്യരെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നമുക്ക് വെറുതെ അത് മോശമായിട്ട് ആരംഭിക്കാം. മോശ ഇങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന കുട്ടിയാണ്. ഉണ്ടായിരുന്നു കുറച്ചു കാലം അമ്മ ഇത്തിരി അക്കമ്പനി ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുമുണ്ട്, പക്ഷെ ഇപ്പോൾ ആരുമില്ല. വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ട കുട്ടി എന്ന അർത്ഥത്തിലാണ് അയാൾക്ക് മോശം എന്ന് പേര് വന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പനില്ലാത്ത അല്ലെങ്കിൽ അമ്മയില്ലാത്ത ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ ഒരാളെ തിരിച്ചറിയുന്നത്. ഏകദേശം അതേ സമയത്ത് ഇന്ത്യ കണക്കൊരു ദേശത്ത് വലിയൊരു താത്വിക ഗ്രന്ഥമുണ്ടായി. ഇപ്പോൾ പോലും ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ക്ലാസിക് വർക്കായിട്ട് ഗണിക്കപ്പെടുന്ന ഗീതയുണ്ടായി, ഭഗവത്ഗീത ഉണ്ടായി. അത് അരുൾ ചെയ്ത ആളുടെയും കോൺടെസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളൂ. ലോർഡ് കൃഷ്ണ, അയാൾക്കും അച്ഛനും അമ്മയില്ല, ഉണ്ട്, തടവറയിലാണ്. പിന്നെയും കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴേക്കും വലിയ സമാധാനം തരുന്നൊരു പദമുണ്ടായി, ബുദ്ധൻ. ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോലും നിങ്ങൾ കാണും, ഏതെങ്കിലും ഒരു മൂലക്കായിട്ട് ഈ മനുഷ്യൻ്റെ ശില്പം ഉണ്ടാവും. ചെറുപ്പക്കാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അയാളെ. സമാധാനം തരുന്നൊരു ഓർമ്മയാണ്. അയാളുടെയും പ്രശ്നം എന്താണ്? അയാൾ ജനിച്ചെന്ന്, അയാൾക്ക് ജന്മം കൊടുത്തിട്ട് അയാളുടെ അമ്മ കടന്നുപോയി. അമ്മയുടെ പേര് മായാദേവി എന്നാണ്. ഇല്യൂഷൻ എന്ന് ഒരു അർത്ഥം കൂടി ഉണ്ട് അതിനകത്ത്. കാരണം ഇല്യൂഷനായിരുന്നു ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പറയാൻ ശ്രമിച്ചത്. ബുദ്ധൻ പിറക്കുമ്പോൾ ഇല്യൂഷൻ കടന്നു പോകുന്നു. അയാൾ വളർത്തുന്നത് ചിറ്റയാണ്, അമ്മയുടെ അനിയത്തിയാണ്. ഒരമ്മയില്ലാതൊരു കുട്ടി വളരുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സൗഭാഗ്യം അനുഭവിച്ച് വളർന്നവർക്ക് പിടുത്തം കിട്ടത്തില്ല. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ നസ്രത്തിൽ യേശു ഉണ്ടായി. അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ പറഞ്ഞവർക്കൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവർ അവിടെ ഉണ്ടെന്ന് ഇവിടെ നിന്ന് പറയാമായിരുന്നു, മരിച്ചുവെന്ന് പറയാമായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ അപ്പനില്ല. ആ പ്രതിസന്ധിയിലാണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹോളി ബുക്ക് ആരംഭിക്കുന്നത്. അയാളുടെ അച്ഛൻ ആരാണ്? അത് ഈ പറഞ്ഞതിനേക്കാൾ കഠിനമായ ലോട്ടാണ്. ചൂണ്ടിക്കാണിക്കാനായിട്ട് ആരച്ഛനില്ലാതെ പോയൊരു മകൻ്റെ പേരാണ് നസ്രത്തിൽ യേശു. ആ കഥയ്ക്ക് ഇനിയും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നബിത്തിരുമേനി വരെ എത്താൻ പറ്റും. നബിത്തിരുമേനി യത്തീമായിരുന്നു, അനാഥനായിരുന്നു. ഇങ്ങനെ അച്ഛൻ കുട്ടി പിറക്കുന്നതിന് മുമ്പേ മരിച്ചു, ബാപ്പ. എനിക്ക് തോന്നുന്നു 6-ാം വയസ്സിലോ 8-ാം വയസ്സിലോ അമ്മ മരിച്ചു. ഇങ്ങനെ കൃത്യമായൊരു യത്തീമായിരുന്നു. അപ്പം ചുരുക്കത്തിൽ ലോകത്തിൻ്റെ ആന്തരിക സഞ്ചാരങ്ങളെ രൂപപ്പെടുത്തിയ എല്ലാ മനുഷ്യർക്കും ഒരു പൊതുവായൊരംശമുണ്ടായിരുന്നു, തങ്ങളുടെ അരികിൽ ഇല്ലാതെ പോയ അച്ഛൻ്റെ അമ്മയുടെ സാന്നിധ്യം. അങ്ങനെ അരികിലില്ലാത്ത അച്ഛനെയും അമ്മയൊക്കെ ചില മക്കൾ പ്രപഞ്ചത്തിൽ തിരഞ്ഞ് കണ്ടെത്തിയ കഥയുടെ പേരാണ് സ്പിരിച്വാലിറ്റി. അതിനകത്ത് വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്ന ഒരാളുടെ പേരാണ് നസ്രത്തിൽ യേശു. കഥകളൊന്നുമില്ല, സ്ട്രെയിറ്റാണ്. മറിയാക്കൊരു മകനുണ്ട്. ഈ കട്ടമരത്തിലൊക്കെ ഇരുന്ന് പഠിപ്പിക്കുന്ന കേൾക്കാം. പിന്നെ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കിടന്ന് ആകാശത്തെ നോക്കി നിലവിളിക്കുന്ന കേൾക്കാം, അപ്പ അപ്പ. ഭ്രാന്താണ്. അങ്ങനൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടില്ല? അവന് ഭ്രാന്തെന്ന് കരുതി അവൻ്റെ സഹോദരന്മാർ അവനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. എന്തായിരുന്നു യേശു കണ്ടെത്തിയ, യേശു പെട്ടുപോയ ഭ്രാന്ത്? ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു ഫിസിക്കലായിട്ടൊരു പിതാവില്ലാതെ പോയ ഒരാൾ ഈ പ്രപഞ്ചത്തെ കൈയാളുന്ന ആൾ തൻ്റെ അപ്പനാണെന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് അതിനെ വിളിക്കുന്ന വാക്കാണ് ഭ്രാന്ത്. പക്ഷെ ആ ഭ്രാന്തായിരുന്നു നമ്മുടെ സുബോധം. അപ്പ അപ്പ അതാണ് ഈ സാഹോദര്യം ഇങ്ങനെ റീലോഡ് ചെയ്യപ്പെടുമ്പോൾ സംഭവിച്ച വലിയ വ്യത്യാസം. റീലോഡ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ പുതിയൊരു തെളിച്ചം കിട്ടിയാണ്, അപ്പനെ പിടുത്തം കിട്ടി.
അപ്പോൾ അടുത്തിരിക്കുന്നത് നിശ്ചയമായിട്ടും സഹോദരൻ തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ട് ചെതറിപ്പോയ എൻ്റെ സഹോദരരാണ്. ചിലർ നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഇരുട്ടിൽ മോഷ്ടിക്കാൻ പോകുന്നു. വേറൊരു പെൺകുട്ടി ഒരു തെരുവിൽ കാത്തു നിൽക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ പോക്കറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഓടയ്ക്ക് കുറുകെ ചാടിപ്പോകുന്നു. പല കാരണങ്ങൾ കൊണ്ട് പലയിടങ്ങളിൽ ചിതറിപ്പോയ എൻ്റെ സഹോദരന്മാർ. ഇതാണ് വെട്ടം. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സെൻറ്റ് പോൾ പറയുന്ന ഒരു വാക്കാണ് ഏറ്റവും നന്നായിട്ട് പരിശുദ്ധാത്മാവിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് ആ വാക്ക്? ആ ചൈതന്യത്തെ അപ്പ എന്ന് വിളിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചാളുടെ പേരാണെന്ത്? പരിശുദ്ധാത്മാവ്. വൺ ഡേ ഒരാൾ അനോയിൻറ്റഡ് ആയെന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആ ദിവസം അയാൾക്ക് പിടുത്തം കിട്ടുന്നു, ഇതിരിക്കുന്ന ആളിൻ്റെ അപ്പനാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരാളും പറഞ്ഞു കൊടുക്കണ്ട. അതുകൊണ്ടാണ് അയാൾ പിന്നീട് എഴുതുന്നത്, അവൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇതിനൊരു സ്കാമായ ആവശ്യമില്ല, ഒരു സിനോപ്സും ആവശ്യമില്ല. അത് പിന്നെ താനേ സംഭവിച്ചോളും. പക്ഷെ വെട്ടം നിശ്ചയമായിട്ട് ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് പ്രശ്നം പറ്റി ഈ വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ യേശു ഉപയോഗിച്ച അബ്ബ എന്നുള്ള അരമായിക് പദം ഹീബ്രുവിൻ്റെ തന്നെ ഒരു കുടുംബത്തിൽപ്പെടും, ഡിസ്റ്റൻറ്റ് കസിനാണ് അരമായിക് എന്ന് പറയുന്നത്. അതിന് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തപ്പോൾ നിശ്ചയമായിട്ട് ഉപയോഗിക്കേണ്ടിരുന്ന വാക്ക് അച്ഛ എന്നായിരുന്നു. ഇല്ലെങ്കിൽ ക്രിസ്തീയ പരിസരങ്ങളിലൊക്കെ വിളിക്കുന്ന കണക്ക് അപ്പാന്നെങ്കിലും ആവേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. സത്യവേദപുസ്തകത്തിലും അത് സംഭവിച്ചിട്ടില്ല. അത് കൂടുതലും പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേദപുസ്തകം നമുക്കറിയാം. അവിടെയും സംഭവിച്ചിട്ടില്ല, കാത്തലിക് വേർഷനിലും സംഭവിച്ചിട്ടില്ല. എല്ലായിടത്തും കൊടുത്തിരിക്കുന്ന വിവർത്തനം എന്താണ്? പിതാവ്. പിതാവ് എന്ന് പറഞ്ഞ പദവുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അത് ഒരു ടെക്നിക്കലായൊരു വാക്കാണ്, ഡിനോട്ടേറ്റീവായ വാക്കാണ്. ഒരു ഫോമൊക്കെ പൂരിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മാത്രമാണ് പിതാവ്. അപ്പം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു പദമാണ് യേശു ഏറ്റവും കൂടുതലും ഏറ്റവും അടുപ്പത്തിൽ ഉപയോഗിച്ച പദത്തിന് പകരമായിട്ട് ഉപയോഗിച്ചെന്നുള്ളതാണ് വേദപുസ്തക വിവർത്തനത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. എല്ലാവർക്കുമൊക്കെ സ്വന്തമായിട്ടൊരു ബൈബിളുള്ള സ്ഥിതിക്ക് ഒരു 100-300 ഇടങ്ങളിലെങ്കിലും യേശു ഇങ്ങനെ ആ ചൈതന്യത്തെ അപ്പ എന്ന് വിളിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പിതാവെന്നാണ് ഇങ്ങനെ പരാവർത്തനം ചെയ്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യം, ഒരു 5 ഇടങ്ങളിലെങ്കിലും ഈ പിതാവ് വെട്ടി നിങ്ങൾ നിങ്ങളുടെ അപ്പനെ വിളിച്ച വാക്ക് എഴുതി വെക്കാവോ? അതിൻ്റെ പേരാണ് പുതിയ നിയമം. അതാണ് പുതിയ നിയമം. അതിനുശേഷം നിങ്ങളും പഴയതല്ല, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകവും പഴയതല്ല. എൻ്റെ അപ്പനെ വിളിച്ചിരുന്ന വാക്ക് അച്ചായൻ എന്നായിരുന്നു. ഞാനൊന്ന് തിരുത്താൻ ശ്രമിക്കുകയാണ്, റാൻഡമായിട്ട് മറിക്കുകയാണ്. പിതാവ് വെട്ടി അച്ചായ, മറിച്ചു വെട്ടി അച്ചായ, അച്ചായ. എനിക്ക് 5 എണ്ണം പോലും വേണ്ട. ഒരു 3 എണ്ണം കഴിയുമ്പോൾ തന്നെ എൻ്റെ ബോധം കീഴ്മേലും അറിയും. ഈ വാഷിംഗ് മെഷീനിലൊക്കെ കിടന്ന് കറങ്ങത്തില്ല, സ്പിൻ ചെയ്യാൻ തുടങ്ങും. അതാണ് പുതിയ ബോധം. യേശു പറഞ്ഞിട്ടില്ല വീണ്ടും പിറക്കുക. എന്താ വീണ്ടും പിറക്കുക എന്ന് പറഞ്ഞ അർത്ഥം? മൈ ന്യൂ ലൈഫ് ഇൻ അബ്ബ കോൺഷ്യസ്നെസ്. വേറൊന്നുമല്ല. ഈ അബ്ബാബോധത്തിൽ എൻ്റെ വീണ്ടെടുപ്പിൻ്റെ പേരാണെന്ത്? വീണ്ടും പിറവി. തട്ടമിട്ടൊരു പെൺകുട്ടി അവളുടെ അച്ഛനെ വിളിക്കുന്ന വാക്ക് വാപ്പച്ചി എന്നാണ്. അവളതൊന്ന് തിരുത്താൻ നോക്കിയാണ്. പിതാവ് വെട്ടി വാപ്പച്ചി, പിതാവ് വെട്ടി വാപ്പച്ചി, പിതാവ് വെട്ടി വാപ്പച്ചി. ഈ ഇൻറ്റിമസി വീണ്ടെടുത്തൊരാളെന്ന നിലയിലാണ് അയാൾക്ക് ആ പദം പ്രിയപ്പെട്ട പദമായിട്ട് മാറിയത്, ബ്രദർ. ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണം. അപ്പനെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് പറയുമ്പോൾ അതൊരിങ്ങനെ ഒരു സങ്കല്പമാണ്. നല്ലതല്ലാത്ത അപ്പനോർമ്മകളുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഈ ദൈവം അപ്പനാണെന്നൊക്കെ പറയുമ്പോൾ അത് പിടുത്തം കിട്ടത്തില്ല. അവർക്ക് വേണ്ടി കൂടിയുള്ള ആളുടെ പേരാണ് അസിസിലെ ഫ്രാൻസിസ്. എടപ്പൻ അത്ര ഭംഗിയുള്ളൊരു മനുഷ്യനല്ല. കഥയൊക്കെ പല ആവർത്തി കേട്ടുള്ളതാവും. പക്ഷേ ഈ കോൺഗ്രസ് അത് ആവർത്തിച്ചേ പറ്റൂ. ഇങ്ങനെ അപ്പൻ മകനെയും വലിച്ചിഴച്ചുകൊണ്ട് ബിഷപ്പിൻ്റെ കോടതിയിലേക്ക് വരികയാണ്. അന്ന് എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൊടുത്തുകൊണ്ടിരുന്ന ബിഷപ്പിൻ്റെ അംഗമാണ്. പിന്നെ മകനെയും വലിച്ചിഴച്ചുകൊണ്ട്
ഈ അപ്പൻ ചെല്ലുമ്പോഴേക്കും ആ മുഴുവൻ ഗ്രാമവും കൂടെ പോവുകയാണ്. എന്തെങ്കിലും സംഭവിക്കും. തിരുമേൻ്റെ മുമ്പിലേക്ക് മകൻ ഇട്ട് കൊടുത്തിട്ട് അപ്പം പറയാണ്, എനിക്കെന്തിനെങ്കിലും മകൻ. എൻ്റെ ഒരു സങ്കല്പമായിട്ട് ഇയാൾ ടാലി ചെയ്യണില്ല. ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ ഇയാൾ ഇതിനകത്ത് കാര്യമായിട്ട് എൻഗേജ്ഡ് ആവുന്നില്ല. അത് പിടുത്തം കിട്ടുമ്പോൾ അപ്പൻ്റെ രോഷം വർദ്ധിക്കുകയാണ്. അയാൾ പറഞ്ഞു, വലിയ മിടുക്കനായിട്ടൊക്കെ നിൽക്കുകയല്ലേ, നോക്കുമ്പോൾ കയ്യിലൊരു മോതിരം കിടപ്പുണ്ട്. പല വേർഷനുണ്ട്, ഒരു ട്രഡീഷണലായിട്ടൊരു വേർഷൻ ഇതാണ്. ഇയാളുടെ കയ്യിലൊരു മോതിരം കിടപ്പുണ്ട്, സ്വർണ്ണ മോതിരം. മോതിരമൊക്കെ ഇട്ട് വലിയ മിടുക്കനായിട്ട് നിൽക്കുകയല്ലേ, എൻ്റേതല്ലാതെ നിൻ്റെ കൈവശം എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ഇയാൾ കുറച്ചുകൂടി ബോധത്തിലേക്ക് വരുന്നത്. അപ്പം പറഞ്ഞതിനകത്ത് കൃത്യമായിട്ടൊരു പോയിന്റ് കിടപ്പുണ്ട്, അപ്പൻ്റേതല്ലാതെ ഒന്നും കൈവശമില്ല. പിന്നെ സംഭവിച്ചത് ചരിത്രത്തിലെ വലിയ നാടകങ്ങളിലൊന്നാണ്. ഇത്രയും വലിയ ആൾക്കൂട്ടത്തിൻ്റെ മധ്യേ ഇങ്ങനെ 10-24 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഓരോരോ വസ്ത്രങ്ങൾ ഇങ്ങനെ ഉരിഞ്ഞെടുക്കാൻ തുടങ്ങി. ഒടുവിൽ ഉള്ളുടുപ്പും ഉരിഞ്ഞു, നഗ്നനായി. എന്നിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ റോൾ ചെയ്ത് അപ്പൻ്റെ കാൽപ്പാത്തി വെച്ചിട്ട് പറഞ്ഞു, അപ്പം പറഞ്ഞ് ശരിയാണ്, അപ്പൻ്റെതല്ലാതെ ഒരു നൂലിഴ പോലും ഇല്ല, അതുകൊണ്ട് ഇതുകൂടി അപ്പനെടുത്തു കൊള്ളുക. എന്നിട്ട് നഗ്നനായിട്ട് ആൾക്കൂട്ടത്തിന് മധ്യേ കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്തി അയാളിങ്ങനെ പറഞ്ഞു, ഇന്നലെ വരെ എനിക്കൊരപ്പനുണ്ടായിരുന്നു, പീറ്റർ ബർണദോൻ. ഇനി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇനി എനിക്ക് ഒരപ്പനുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. ഇതിങ്ങനെ നിന്നു. അതടയാളപ്പെടുത്തിയിട്ടുള്ളൊരു ചരിത്രകാരൻ പറയുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളൊരു വേദിയായിരുന്നു. ഒരാൾ പോലും കണ്ണു താത്തിയില്ല. അടുത്തവർ ശ്രദ്ധിക്കണം, എന്തിന് കണ്ണ് താത്തണം? ഒരു കുഞ്ഞ് പിറക്കുന്ന കണ്ടിട്ട് ലോകത്തിന്നോളം ഒരു വയറ്റാട്ടി കണ്ണ് താത്തിയിട്ടില്ല. ലേബർ റൂമിൽ നിൽക്കുന്ന മിഡ് വൈഫ് അമ്മയും കുഞ്ഞിൻ്റെയും നഗ്നത കാണാൻ താല്പര്യമില്ലെന്ന് പുറത്തേക്ക് പോകുമോ? കുഞ്ഞ് പിറക്കുന്ന കണ്ടിട്ട് നിൽക്കുന്ന വയറ്റാട്ടിമാരാണ്. ആവർത്തിക്കുകയാണ്, ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യം, വീണ്ടും പിറവി, മൈ ന്യൂ ലൈഫ് ഇൻ അബ്ബ കോൺഷ്യസ്നസ്. അതിനുശേഷമാണ് അയാൾ എല്ലാത്തിനെയും ഇങ്ങനെ ബ്രദർ എന്ന് വിളിച്ചു തുടങ്ങിയത്. ആദ്യം അത് മനുഷ്യരിലേക്ക് ഇങ്ങനെ നിലച്ചു പോയി, പിന്നീട് അത് ഇങ്ങനെ പിന്നെ ഒഴുകുന്നത് ചരാചരങ്ങളിലേക്കാണ്. അങ്ങനെയാണ് ആ പ്രശസ്തമായ ഗീതമൊക്കെ ഉള്ളത്, സൂര്യകീർത്തനം. എല്ലാവരും ആ പുതിയ ഫോണൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, വെറുതെ ഒന്ന് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. എന്താണ് ഈ സോങ് ഓഫ് ദ സൺ, കാൻഡിക്കിൾ ഓഫ് ദ സൺ. ഈ കാൻഡിക്കിൾ ഓഫ് ദ സണ്ണൊക്കെ എഴുതുന്നത് ഈ കഠിനമായ നേത്രരോഗമുണ്ടായിരുന്ന സമയത്താണ്. സൂര്യരശ്മി വീണ് കഴിഞ്ഞെന്നാൽ കണ്ണിലിരുന്ന് കുപ്പിച്ചിലുകൾ പൊട്ടിച്ചിതർന്ന കണക്ക് വേദനയുള്ള സമയത്താണ് ഈ മനുഷ്യൻ, ഏതാണ്ട് അന്തത്തിലോട്ടെത്തിയ ഈ മനുഷ്യൻ ഇങ്ങനെ പാടുന്നത്, ആ ബ്രദർ സൺ, ബ്രദർ സൺ, സിസ്റ്റർ മൂൺ, സിസ്റ്റർ വിൻഡ്. ഒടുവിലത് എവിടം വരെ എത്തുന്നത്, മരിക്കാൻ നേരത്ത് എല്ലാവരും കൂടി കിടന്ന് കരയുമ്പോഴേക്കും പറയുന്നു, എന്തിനാ കരയണത്, വെൽക്കം സിസ്റ്റർ ഡെത്ത്. ഇങ്ങനെ വ്യാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഈ കോസ്മിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുന്നത്. എല്ലാത്തിനോടുള്ള ഇഷ്ടം, എല്ലാം എൻ്റെ തന്നെ ഭാഗമാണ്. വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ സൂചനകൾ ഈ ബ്രദർഹുഡിന് ഗൗരവമായിട്ടെടുത്ത നടപടി പുസ്തകത്തിലുണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ബ്രദർ എന്ന് പറഞ്ഞ വാക്കിന് നവോത്ഥാനം സംഭവിക്കുന്നത് നടപടി പുസ്തകത്തിലാണ്. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പൗലോസിനോട്, സാവൂളിനോട് യേശു പറയുന്നൊരു ശബ്ദം, അല്ലെങ്കിൽ യേശുവിൻ്റെ അശരീരി. എന്താണത്? സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പ്രഹരിച്ചത്? സാവൂൾ യേശുവിനെ കണ്ടിട്ട് പോലുമില്ല. പ്രഹരിക്കുക എന്നുള്ളത് ഡിസ്കഷൻ്റെ വിഷയം പോലുമല്ല. എന്തിന് സാവൂൾ ആരെയും പ്രഹരിച്ചിട്ടില്ല. ഇങ്ങനെ ഈ പ്രഹരിക്കുന്ന മനുഷ്യരെ അയാളിങ്ങനെ വെറുതെ കാവൽ ആയിട്ട് നിന്നു. ചില നേരങ്ങളിൽ അവരിങ്ങനെ അവരുടെ മേലങ്കിയൊക്കെ മാറ്റി വെക്കുമ്പോൾ അതിന് ഇടപെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, അത്രയും ഹിംസയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അയാൾ വെറുതെ അത് നോക്കി നിന്നു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഈ കൂടുതൽ ഏറ്റവും കമ്പാഷനേറ്റായ മനുഷ്യൻ, ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നേ ഇല്ല. എല്ലാവരും അവരുടേതായ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ജസ്റ്റർ കാണിക്കുമ്പോൾ ഇയാൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ ഒന്നിനെയും പ്രഹരിച്ചിട്ടില്ല. എന്നിട്ടും അയാളെ അലട്ടുന്ന ചോദ്യം അതാണ്, നീ എന്തിനാണ് എന്നെ തല്ലിയത്? എന്താ അർത്ഥം? ഏതൊരു മനുഷ്യൻ്റെ മീതെ വന്ന് വീഴുന്ന അടിയും
അവൻ്റെ തോളിൽ തന്നെ നീലിച്ചു കിടക്കും. അതാണ് പിന്നീട് ഉണ്ടായൊരു ബോധം. ഈ മനുഷ്യർ വ്യസനിക്കുമ്പോഴൊക്കെ പരിക്കേൽക്കുന്ന യേശുവിനാണെന്നുള്ള ബോധം. അങ്ങനെ ഈ കോസ്മിക് ക്രൈസ്റ്റ് എന്നൊരു ബോധം ഉണ്ടാകുന്നു. ഒരു പക്ഷേ കാര്യമായിട്ട് പഠിക്കുകയോ അപഗ്രഥിക്കുകയോ ചെയ്യാതെ നീഷയെ കുറിച്ച് പറയുന്ന ഒരു രീതി നമുക്കിടയിലുണ്ട്. നീഷ ഇങ്ങനെ ദൈവത്തിൻ്റെ മരണം പ്രഖ്യാപിച്ചെന്നൊക്കെ ഉള്ളത് വലിയ തെറ്റിദ്ധാരണകളൊന്നാണിത്. ഈ മനുഷ്യൻ ഏറ്റവും കമ്പാഷനായിട്ടൊരു മനുഷ്യനായിരുന്നു. ഇയാൾക്ക് എങ്ങനെയാണ് ഭ്രാന്ത് പിടിച്ചെന്നൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. അയാളിങ്ങനെ ടൂറിൽ ഒരു ഇറ്റാലിയൻ സുഹൃത്തിൻ്റെ ഗസ്റ്റായിട്ട് താമസിക്കാൻ, അവിടെ ഇങ്ങനെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അയാൾ കണ്ടു നിരത്തിൽ ഒരു കുതിരയെ അതിൻ്റെ ഉടമ വെറുതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു അനുസരണക്കേണ്ട പേരിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് താങ്ങാൻ പറ്റിയില്ല. ഇയാൾ പുറത്തേക്ക് ഓടിച്ചെന്നിട്ട് ഈ കുതിരയുടെ മീതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കടന്നു. എന്നിട്ട് പറഞ്ഞു, അതിനെ തല്ലരുത്. എന്നിട്ട് നിലവിളിക്കുകയാണ്, അതിനെ തല്ലരുത്. തെരുവിൽ വലിയ പ്രശ്നമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഇങ്ങനെ അയാളുടെ ആതിഥേയൻ്റെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് രാത്രിയിൽ ഇയാൾക്ക് ഉന്മാദം ആരംഭിച്ചു. നിരത്തിലെ കുതിരയുടെ മീതെ വീഴുന്ന അടി പോലും തൻ്റെ മീതെയാണെന്നൊക്കെ പിടുത്തം കിട്ടിയ മനുഷ്യരുടെ ഉന്മാദം എന്ന് പറയുന്നത് ബോധമാണോ അതോ ബോധത്തിൻ്റെ മങ്ങലാണോ? ബോധത്തിന് മൂർച്ച കിട്ടിയാൽ പുതിയ നിയമത്തിൽ ആ വാക്ക് നമ്മൾ ഒരിടത്ത് ഉപയോഗിക്കും. അവനപ്പോൾ സുബോധം ഉണ്ടായി, അല്ലേ? എന്തായിരുന്നു അയാളുടെ സുബോധം? ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ദാസരും മക്കളും ഒരേപോലെ അപ്പൻ്റെ മേശയിൽ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞ മകൻ്റെ റിയലൈസേഷനാണ് പുതിയ നിയമത്തിൽ സുബോധം. ആ വാക്കുകൂടി ശ്രദ്ധിക്കണം. അവൻ എഴുന്നേറ്റ് പോകുന്ന പറയുന്നത്. വാസ്തവത്തിൽ എഴുന്നേറ്റ് പോകാന്നുള്ളതല്ല ട്രാൻസ്ലേഷൻ. ഉയർത്തെഴുന്നേറ്റ് പോകുന്ന പറയുന്നത്. ഞാൻ ഉയർത്തെഴുന്നേറ്റിൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. എല്ലാത്തരം ബോധത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഈ അപ്പ ബോധമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കാര്യം കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. നമുക്ക് പരിചയമുള്ള അപ്പം പോലും അല്ല യേശു പഠിപ്പിച്ചത്. വിശേഷിച്ചും കുറച്ചിങ്ങനെ ട്രഡീഷണൽ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഒരു സമൂഹത്തെ ഞാനിങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രഡീഷണൽ ക്രിസ്ത്യൻ കോണ്ടക്സ്റ്റിൽ ആ പിതാവെന്ന് പറയുന്നത് അത്ര കമ്പാഷനേറ്റായൊരു വാക്കേ അല്ല. ഭയങ്കരമായ ജെൻഡർ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ തന്നെ. ഇപ്പോൾ പോലും നമ്മുടെ വലിയ വീടുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ അവർ ഉമ്മറത്തിരിക്കുമ്പോൾ വീട്ടിലേക്ക് വരുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഈ ഉമ്മറത്തുകൂടിയല്ല വരുന്നത്, ഇങ്ങനെ വശത്തുകൂടിയാണ് കയറി വരുന്നത്. അത്രയും പ്രശ്നമുള്ള ഒരു ഭംഗിയില്ലാത്ത ഒരു പാട്രിയാർക്കൽ ബോധം കിടപ്പുള്ള നമുക്ക് ഈ അപ്പനെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പിടുത്തം കിട്ടണമെന്നില്ല. വാസ്തവത്തിൽ ആ അപ്പനെ അല്ല യേശു പറയാൻ ശ്രമിച്ചത്. അങ്ങനെ അമ്മയ്ക്കും അപ്പനും ഇടയിൽ വേർതിരിവില്ലാതെ പോയൊരപ്പൻ, ഈസ്ട്രജൻ്റെ അളവിൽ തെറ്റുപറ്റി പോയൊരപ്പൻ, അമ്മയെപ്പോലൊരപ്പൻ. അതുകൂടി ഒന്നും കൂട്ടി വായിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പറയുന്ന എല്ലാം പൂർത്തീകരിക്കുന്ന അപ്പൻ്റെ കഥയിലേക്ക് വീണ്ടും എത്തും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തരുന്ന അപ്പൻ. ഏതപ്പനാണ് എല്ലാം തരാൻ പറ്റിയിട്ടുള്ളത്? അവർക്ക് ദേഷ്യപ്പെടുന്നത് പോലും ഇങ്ങനെ പലപ്പോഴും അവരുടെ നിസ്സഹായതയിൽ നിന്നൊക്കെയാണ്. അപ്പം അതുകൂടി വെറുതെ ഒന്ന് ഓർത്തോളണം. കുറേ കൂടി ഫ്രജയിലായൊരു അപ്പനാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഭയങ്കരമായി വൾണറബിളായൊരപ്പനാണ്. അത് മനസ്സിലായില്ലെങ്കിൽ ഇത് മറ്റൊരു പദമായിട്ട് മാത്രം അവശേഷിക്കും. ഇത് ഈ പദത്തിനെ സ്നാനപ്പെടുത്തിയ അത്തരം ഒരു അപ്പനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരനുഭവം ഒന്ന് പറഞ്ഞ് അതിനെ ഒന്ന് വ്യക്തമാക്കിയിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പോർഷനിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുക. എനിക്കിങ്ങനെ തൃശ്ശൂരിലൊരു ഡോക്ടറുമായിട്ട് അടുപ്പമുണ്ട്, ഡോക്ടർ അജയൻ. വളരെ എമ്പതിയുള്ളൊരു മനുഷ്യനാണ്. ആ സമയത്ത് ഡോക്ടർ അജയൻ ഇങ്ങനെ ടെർമിനൽ ഇല്ലായിട്ടുള്ള രോഗികളുടെ വാർഡിൻ്റെ ചാർജാണ്. എന്നുവെച്ചാൽ മരിക്കുമെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ട് പരിഹാരമൊന്നുമില്ല, പരിചരണം മാത്രമേ സാധ്യമാവുകയുള്ളൂ. അവിടേക്ക് രാമൻകുട്ടി എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ്റെ അച്ഛൻ ഇങ്ങനെ തൻ്റെ രഞ്ജിത്ത് എന്ന് പറയുന്ന 13 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുമായിട്ട് എത്തുകയാണ്. രഞ്ജിത്തിന് ഏതാനും ദിവസം കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇവൻ എന്ത് കടുത്ത ഉറക്കമരുന്ന് കൊടുത്തിട്ട് ഈ കുട്ടി ഉറങ്ങുന്നില്ല. അച്ഛൻ പുറത്തുനിന്ന് കാണുന്നുണ്ട്, ഐസൊലേറ്റർ വാർഡാണ്. അച്ഛൻ ഡോക്ടറെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളെൻ്റെ കുട്ടിക്ക് എന്ത് കൊടുത്താലും എൻ്റെ കുട്ടി ഉറങ്ങത്തില്ല. എന്താ കാര്യം?
അവനിങ്ങനെ വയ്യാണ്ടായ നാൾ തൊട്ട് അവനെ എൻ്റെ നെഞ്ചിലിട്ടാണ് ഉറക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പൊന്നു ഡോക്ടർ അനുവദിക്കുമെങ്കിൽ ഞാൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 2 കൊട്ടുകൊട്ടി ദീപം ഉറക്കി കാണിച്ചു തരാം. ഡോക്ടർ ജയൻ പറഞ്ഞു, രാമൻകുട്ടി നിങ്ങൾക്കും നല്ലതല്ല, ഇങ്ങനെ കുട്ടിക്കും നല്ലതല്ല, വേറെ ഇൻമേറ്റ്സ് ഉണ്ട്, ആർക്കും നല്ലതല്ല. കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അയാൾക്ക് പിടുത്തം കിട്ടും. അയാൾ വേറൊരു ചോയ്സ് വെച്ചു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ? എന്താണത്? അവൻ കിടക്കണ കട്ടിലില്ലേ? ഉണ്ട്. അതിനോട് ചേർന്നൊരു ഭിത്തിയില്ലേ? ഉണ്ട്. അവനോട് പറയണം, അച്ഛൻ ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട്. ശരി, പറയാം. വെളുപ്പിന് 3 മണിക്ക് ഡോക്ടർ ജയൻ പുറത്തേക്ക് വരുമ്പോൾ കണ്ടു, രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യൻ അപ്പോഴും നിൽപ്പുണ്ട്, തൻ്റെ നെഞ്ചും കൂടി ഭിത്തിയോട് ചേർത്ത് പിടിച്ചിങ്ങനെ. ഡോക്ടർ ജയൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഫോൺ വെക്കുകയാണ്. വെച്ചു. ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത്? ഇതാണ് അച്ഛൻ, എന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരാൾ. അങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് ലോകത്തിന്നോളം ഒരു മകനോ മകളോ തൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, നല്ല മകനായ യേശു ഉൾപ്പെടെ. അതുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ ഈ അച്ചാച്ചാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കുരിശി കിടക്കുമ്പോൾ മാറിയാണ് വിളിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ആ ഇൻറ്റിമസി കിട്ടണില്ല. സഹിക്കുമ്പോഴുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രലോഭനം, നമ്മൾ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. വൈ ഹാവ് യു ഫോർസേക്കൻ മീ? രാമൻകുട്ടിയുടെ കഥ കേട്ട ദിവസം തൊട്ട് എൻ്റെ ഒരു സുവിശേഷത്തിലെ ഒരു പ്രതിസന്ധി മാറിക്കിട്ടി. എവിടെ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ യേശുവിൻ്റെ അപ്പൻ എവിടെയായിരിക്കും? എന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ഒരപ്പനും നിങ്ങളുടെ ജീവിതത്തെ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലോ നിങ്ങൾ ആശിച്ച രീതിയിലോ മെച്ചപ്പെടുത്താനൊന്നും പറ്റിയൊന്നുണ്ടാവില്ല, പറ്റത്തില്ല. പക്ഷേ ആകപ്പാടുള്ള ധൈര്യം ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നുള്ളതാണ്. ഈ ആലിംഗനത്തിൽ പെട്ടുപോയ നമുക്ക് പരിചയമുള്ളൊരു മനുഷ്യൻ്റെ പേരാണ് അസിസില ഫ്രാൻസിസ്. അതോടുകൂടി ഈ റെസ്പോൺസിബിലിറ്റി വർദ്ധിക്കുകയാണ്. ഭൂമി മുഴുവൻ സിബ്ലിങ്സാന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനകത്തും തങ്ങളാൽ പറ്റുന്ന രീതിയിൽ ഇടപെട്ടേ പറ്റൂ. അതാണ് എൻ്റെ ഒരു സെക്കൻഡ് പോർഷൻ. ഇതിൻ്റെ അപ്ലൈഡ് ഫോം എന്താണ്? എൻ്റെ അപ്ലൈഡ് ഫോം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് പറ്റുന്നോ അതുപോലെ മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി ഇങ്ങനെ പെട്ടുപോവുക. അതിപ്പോൾ വയനാട്ടിൽ നടപ്പുണ്ട്. 4-5 ദിവസങ്ങളായിട്ടെങ്കിലും ഇങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയോ നമുക്ക് കാര്യമായി മതിപ്പോ ഇല്ലെന്നൊക്കെ വിചാരിക്കുന്ന പട്ടാളക്കാരിങ്ങനെ കുതിർന്ന് ഉറക്കമില്ലാതെ നിൽക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ജീവൻ്റെ ഒരു മിടിപ്പുണ്ടാവും എന്നൊക്കെ അറിഞ്ഞിട്ട് അവരിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രകാശത്തിലെത്താതെ ഈ വീട് വലുതാവത്തില്ല. അപ്പം അത് വലുതായി കഴിയുമ്പോൾ എല്ലാ വ്യസനവും നമ്മുടെ വ്യസനമായിട്ട് മാറും. എല്ലാത്തിനകത്തും നമുക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ വേണ്ടി വരും. വാസ്തവത്തിൽ നമ്മുടെ ഈ അപ്പുറത്തെ ഒരു ചെറിയ മഠത്തിലേക്ക് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ മഠത്തിൽ സംഭവിച്ചത് ഇതിൻ്റെയൊക്കെ ലളിതമായ പ്രാദേശികമായ വായനയായിരുന്നു. ആവശ്യത്തിലേറെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് അമ്മ മരിച്ചുപോയ കുട്ടിയല്ലേ അൽഫോൻസാമ്മ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പ്രശ്നം തന്നെയാണ്. അമ്മയില്ലാതെന്ന് പറയുന്നതേ ഞാൻ ആവർത്തിക്കുകയാണ്, അതുള്ളവർക്ക് ഒരിക്കലും പിടുത്തം കിട്ടത്തില്ല എന്താണ് അതിൻ്റെ ആബ്സെൻസ് എന്നുള്ളത്. ഒരിക്കലും പിടുത്തം കിട്ടത്തില്ല. നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത ഒരു 2-3 കാര്യങ്ങളെ പട്ടിക എടുക്കുമ്പോൾ അത് ഇതിനകത്ത് നിശ്ചയമായിട്ടും ഉണ്ടാകും. ഒരു ജീവജാലത്തിന് പോലും അമ്മ വേണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ വളരെയേറെ ജനറസ് ആവുകയാണ്. അത്തരം ജനറോസിറ്റികളിലൊന്ന് ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നുണ്ട്. എന്താണിത്? കുഞ്ഞുങ്ങൾ, അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വന്നു. പല രീതിയിലുള്ള കരുണയുടെ സുവിശേഷങ്ങൾക്കകത്തൊരു പക്ഷേ വരുംകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടാൻ പോകുന്നതായിരിക്കും. ഇതിനു മുമ്പ് വരെ അങ്ങനെ ഒരു പാൻഡമിക് സ്ഫിയറിലൊന്നും മനുഷ്യർ ഈ കുഞ്ഞിനെ മുലയൂട്ടണമെന്നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരമ്മ വരികയാണ്, കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ മുലയൂട്ടാം. ഈ അമ്മ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ആബ്സെൻസിൽ വളർന്നൊരു
സ്ത്രീ എന്ന നിലയിലോ പെൺകുട്ടി എന്ന നിലയിലൊക്കെ വേണം നമ്മൾ ഈ പറഞ്ഞ ചാട്ടിയെ മനസ്സിലാക്കാനായിട്ട്. അവർ അതിനകത്തുനിന്നൊരു സംഭവം കണ്ടെത്തി. തൻ്റെ നിസ്സഹായതയിൽ നിന്നും അനാഥത്തിൽ നിന്നും അവർ ഈ പറഞ്ഞ സംഭവത്തിൽ ആഴപ്പെട്ടു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു. അതിലേറ്റവും ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വാസ്തവത്തിൽ ഈ കുട്ടികളുമായിട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. ബാക്കി ഒന്നിനകത്തും നിലനിൽപ്പില്ല. ഒരു 10-12 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളാക്കുന്നത്. ആ പ്രായത്തിലാണ് ഈ ഒരു കുടിസ് മുറിയിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരീക്ഷ ജയിച്ചോളും, എഴുതിരി കത്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ജീവിച്ചത്. ഇതൊക്കെ വളരെ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും പഠിപ്പിച്ചും അപഗ്രഥിച്ചും ചിലപ്പോൾ പൊലിപ്പിച്ചും പോകുന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയൊന്നും ആ സ്ത്രീക്കില്ല. കൃത്യമായൊരു ഈ പറഞ്ഞ ബോധത്തിൽ നിന്നുണ്ടായ ഒരു സ്ട്രെച്ചിങ്ങാണ്. അതിലേക്ക് കുറേ കൂടി ശ്രദ്ധ ചെലുത്തിയാൽ നല്ലതായിരിക്കും. ഇങ്ങനെ സിബ്ലിങ്സാണ് ചുറ്റിനും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണാതെയും കേൾക്കാതെയും പോകരുത്. സഭയെക്കുറിച്ചൊക്കെ ഉള്ള ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല സങ്കല്പം, സഭയെന്ന് പറയുന്നത് നമ്മൾ വായിച്ചു കേൾക്കുന്ന സമരിയാക്കാരൻ്റെ കഥയിലെ സത്രമാണ്. ആ കഥയ്ക്കകത്ത് സമരിയാക്കാരൻ യേശു തന്നെയാണ്. കാരണം അവസാന കാലങ്ങളിൽ യേശു നേരിട്ട ഏറ്റവും വലിയ ആരോപണം ഇവൻ സമരിയാക്കാരുടെ സ്നേഹിതനെന്നുള്ളതായിരുന്നു. മറ്റുള്ളവർ ഈ സമരിയ എന്ന് പറഞ്ഞ ഗ്രാമം ഒഴിവാക്കി നടന്നപ്പോൾ ഇയാളിങ്ങനെ കുറുകെ നടന്നു. ആ കഥയിലെ സമരിയാക്കാരൻ അയാൾ തന്നെ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അയാൾ ഈ പരിക്കേറ്റ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ശുശ്രൂഷിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ പുതിയ നിയമത്തിലെ സത്രത്തിൻ്റെ പേരാണ് സഭ. കുറേ കൂടി ഇങ്ങനെ ശുശ്രൂഷകളിൽ ഏർപ്പെടണം. അവിടേക്ക് ഇതെത്തിയില്ലെങ്കിൽ ഇത് വീണ്ടും നമ്മുടെ ചാരുകസര വിചാരമായിട്ടോ ഇങ്ങനെ നമസ്കാരപ്പായ വിചാരമൊക്കെ ആയിട്ട് ചുരുങ്ങിയോ അവശേഷിക്കുകയോ ചെയ്യും. അതിനകത്ത് നിങ്ങളുടെ കോൺടെസ്റ്റിൽ എന്തുമാത്രം പോകുന്നുണ്ടെന്നുള്ളൊരു വീണ്ടും വിചാരത്തിന് ഈ ഒരു ദിവസം നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എന്നുവരെ നോക്കണം, ഞാൻ വീണ്ടും വരുമ്പോൾ കണക്കൊക്കെ തീർത്തുകൊള്ളാം. ഞാൻ വീണ്ടും വരുമ്പോൾ കണക്കൊക്കെ തീർത്തുകൊള്ളാം. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. വേദപുസ്തകം തീരുന്ന ആ വാക്കോട് കൂടിയാണ് കർത്താവായ യേശുവേ വേഗം വരണമേ. ഈ റൂട്ടിൽ ഓടുന്നൊരു വണ്ടിയുടെ പേര് അതാണ്, മറാനാത്ത. ആണ് വേദപുസ്തകത്തിലെ അവസാനത്തെ വാക്ക്, മറാനാത്ത. അങ്ങയുടെ വീണ്ടും വരവോളം പരിക്കേറ്റ ഞങ്ങളുടെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു കാര്യം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താണത്? പൗലോസ് പറഞ്ഞ വാക്കാണ്, അവൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള കൊച്ചു വർത്തമാനം. പിതാവ് സൂചിപ്പിച്ച കണക്കും ആമുഖങ്ങളിലൊക്കെ സൂചിപ്പിച്ച കണക്കും ഇങ്ങനെ സഫറിങ്ങിൻ്റെയൊക്കെ ഒരു പര്യായമായിട്ടോ ദിശാബോധം തരുന്ന ഒരാളൊക്കെ ആയിട്ടാണ് നമ്മൾ അൽഫോൻസ് അമ്മയെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ കൂടെ പാർക്കുന്നവരുടെ സഫറിങ്ങിനെ ഈസിയാക്കാൻ സഹായിക്കുക, കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കണ്ടെത്താനായിട്ട് സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം പരിക്കേറ്റ മനുഷ്യർ മാത്രമാണ് ചുറ്റിനും. എങ്ങനെയെങ്കിലും കുറച്ചുകൂടി മുമ്പോട്ട് പോകാനായിട്ട് അവരെ പ്രേരിപ്പിക്കാൻ പറ്റുമോ? അവിടെ യേശുവിൻ്റെ 4ാമത്തെ കോപ്പയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ തിരുവത്താഴ മേശയാണ്. തിരുവത്താഴ മേശയിൽ ഇങ്ങനെ ഒരു 4 കോപ്പ വീഞ്ഞിങ്ങനെ എടുത്തു വെക്കും. ഒരു രീതി അനുസരിച്ചിട്ടാണ്. ഓരോ കോപ്പ ഉയർത്തുമ്പോൾ ഓരോ പ്രാർത്ഥനയുണ്ട്, ഓരോ ആശീർവാദമുണ്ട്. അതിൽ കുർബാനയുടെ കാരണമായിട്ട് നമ്മൾ പറയുന്ന ആ കൃതജ്ഞയുടെ പാനപാത്രം 3ാമത്തെ പാനപാത്രമാണ്. അത് വാഴ്ത്തി അവർ പങ്കിട്ടു. 4ാമത്തെ പാനപാത്രം യേശു എടുത്തില്ല. കാരണം അതിങ്ങനെ സഫറിങ്ങിൻ്റെ പാനപാത്രം എന്ന് പറയുന്നത് ആത്മബലിയുടെ പാനപാത്രമാണ്. ബാക്കിയുള്ളവർക്ക് അതൊരു ആചാരം മാത്രമാണ്. യേശുവിനത് ഏതാനും മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് യേശു ആ പാനപാത്രം തെല്ലി മാറ്റിവെച്ചു. എന്നിട്ട് അവരിങ്ങനെ ഗീതങ്ങൾ ആലപിച്ച് തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിൽ ചെന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, കഴിയുമെങ്കിൽ ആ പാനപാത്രം മാറ്റണമേ. ഏതാണത്? 4th കപ്പ്. ഇപ്പം അപ്പുറത്ത് ഒത്തിരി പേര് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? ഞങ്ങളുടെ 4ാമത്തെ കോപ്പയെ
മാറ്റണമേ. ഞാനും കയറി വരാനുള്ള സമയം ഉണ്ടായെന്ന് തോന്നിയില്ല, അതുകൊണ്ട് കയറിയില്ല. പക്ഷെ ആ ഒറ്റ പോക്കിനിടയിൽ എന്നെ അലട്ടുന്നൊരു കാര്യം പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് യേശുവിന് കിട്ടുന്നൊരു പ്രകാശമുണ്ട്. എന്താണത്? ചില പാനപാത്രങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. ഒരു ഡ്രിങ്ക്, അതെത്ര നേരത്തെ പിടുത്തം കിട്ടുന്നോ അത്രയും കുലീനമാകുന്നു നിങ്ങളുടെ ജീവിതം. എപ്പോഴെങ്കിലും പിടുത്തം കിട്ടും. നേരത്തെ പിടുത്തം കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. നേരത്തെ പിടുത്തം കിട്ടിയ സ്ത്രീയുടെ പേരാണ് അൽഫോൻസ. ഞങ്ങളുടെ പെങ്ങളാ, ചേച്ചിയാ. സക്കറിയ ഈ അൽഫോൻസാമ്മയുടെ ആ ഒരു നാമകരണത്തിൻ്റെയൊക്കെ ദിവസം എഴുതിയൊരു കുറിപ്പുണ്ട്. വളരെ പ്രശസ്തമായൊരു ബാർ ഇവിടെയൊക്കെ ആയിരുന്നു ആ കാലത്തിൽ. ഞങ്ങളുടെ അപ്പന്മാരും ഞങ്ങളുടെ അമ്മാവന്മാരും ഒക്കെ ഇങ്ങനെ വെളുക്കോളം അവിടെ ഇരുന്ന് കുടിച്ചു മദ്യപിച്ചു വലിയ കാറുകളിൽ മടങ്ങിപ്പോയി. അപ്പോൾ ഒരു കുടിസ് മുറിക്കകത്ത് ഒരു സ്ത്രീ വേദനിച്ചും ഉറക്കമിളച്ചും ചിലപ്പോൾ പ്രാർത്ഥിച്ചുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ കാരണവന്മാരൊക്കെ കടന്നുപോയി. ഇപ്പോൾ ആ നാടറിയപ്പെടുന്നത് ആ കുടിസ് മുറിയിൽ ഇങ്ങനെ വേദനിച്ച് ജീവിച്ചു പോയ സ്ത്രീയുടെ പേരിലാണ്. ബാക്കിയെല്ലാം കടന്നുപോയി. അപ്പോൾ നമ്മുടെ ദേശത്തുനിന്ന് തന്നെ ഇങ്ങനെ ഇത്തരം ചില കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അറ്റസ്റ്റേഷനായിട്ട് നമ്മൾ ഈ സ്ത്രീ എടുക്കണം. ബാക്കിയെല്ലാം കടന്നു പോകുന്നു. അപ്പോൾ അവർ പറയണം, ഈ 4ാമത്തെ കപ്പ് സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, 4ാമത്തെ കോപ്പ് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ഉറ്റവരെ സഹായിക്കാൻ ഞങ്ങൾ ഉപകരണമാക്കണമേ. ഫ്രാൻസിൻ്റെ വാക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻസ്ട്രുമെൻറ്റ്. അത് വളരെ ഇഷ്ടപ്പെടുന്ന വാക്കാണ്, ബി ആൻ ഇൻസ്ട്രുമെൻറ്റ്. പീസ് പ്രയറൊക്കെ നമുക്കറിയാം, ഇൻസ്ട്രുമെൻ്റ് ഓഫ് പീസ്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഹീലിംഗ് ആണ്. യേശു അത് കുടിച്ചു. എപ്പോഴാണ്? പിറ്റേന്നൊരു 3 മണിക്ക്. അതുകൊണ്ടാണ് അവൻ്റെ അന്ത്യമൊഴികളുടെ അവസാനത്തെ വാക്കെന്തായിരുന്നു? എല്ലാം പൂർത്തിയായി. എൻ്റെ അർത്ഥം എന്താണ്? കുടിക്കാതെ തെല്ല് മാറ്റിവെച്ച പാനപാത്രം കുടിച്ചു ആണ് 1ാമത്തെ അർത്ഥം. ജീവിതം അതിൻ്റെ പൂർണ്ണതയും സാകല്യവും സാഫല്യവും ഒക്കെ അനുഭവിക്കുന്നത് ചില കാര്യങ്ങളെ ഇങ്ങനെ കുലീനമായിട്ട് ജീവിക്കുമ്പോഴാണ്, കുലീനമായിട്ട് സ്വീകരിക്കുമ്പോഴാണ്. അത് യാന്ത്രികമായിട്ടോ വാശി പിടിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നേരത്തെ പറഞ്ഞ ബോധം നിങ്ങളെ വന്ന് പൊതിയണം. എന്താണ് ആ ബോധം? അവൻ കുളിച്ച് കയറി വന്നപ്പോൾ കേട്ട ബോധമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇസ് ബിലവഡ്. അവൻ്റെ ബിലവഡാണെന്നുള്ളൊരു ബോധത്തിലാണ് ഏറ്റവും വലിയ ജ്ഞാനസ്നാന പ്രക്രിയ നടക്കുന്നത്. അറിവ് കൊണ്ടുണ്ടാകുന്ന സ്നാനം അങ്ങനെയാണ്. അതിനുശേഷം ആരുടെയും ജീവിതം പഴയതല്ല. അപ്പോഴാണ് നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ പിടുത്തം കിട്ടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രാപഞ്ചിക ബോധത്തിലോട്ടൊക്കെ എത്തുന്നത്. അതിൽ തന്നെ ഒരു സെപ്പറേറ്റായിട്ട് കാണേണ്ട ലെങ്തിയായൊരു വിഷയമാണ്. അതിലോട്ട് പ്രവേശിക്കുന്നില്ല. 2 കാര്യങ്ങളിലായിട്ടാണ് ഈ കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാനായിട്ട് ശ്രമിച്ചത്. എന്താണ് ഈ പുതിയ ജീവിതം? ഒരു ദിവസം നിങ്ങൾക്കൊരു മിന്നലുണ്ടാവുക ബോധത്തിൽ, ഈ മീതെ ഇരിക്കുന്ന ആളിൻ്റെ അപ്പനാണ്. 2, അതിനുശേഷം ഈ ഭൂമി മുഴുവൻ സിബ്ലിങ്സ് ആണെന്നുള്ളൊരു ധൈര്യം ഉണ്ടാവുന്നു. പിന്നെ അത് ഒരാളും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവുന്നില്ല. ഈ പറഞ്ഞ അപ്പാബോധത്തിൽ നിന്ന് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 2നും ഈ ഒരു നമുക്ക് മുമ്പേ പോയൊരു ജ്യേഷ്ഠത്തി ചേച്ചി സഹായിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരെ ഇരുന്ന് നമുക്കൊന്ന് നേരെ ഇരുന്നിട്ട് ഒന്ന് കണ്ണുപൂട്ടി. എനിക്ക് നൽകിയൊരു സമയത്തേക്കാളും നേരത്തെ ഞാനൊന്ന് കാര്യങ്ങളൊന്ന് ചുരുക്കിയായിരുന്നു. ഒന്ന് കണ്ണുപൂട്ടി ഒന്ന് അടുത്തിരിക്കുന്നവരെ കയ്യൊന്ന് പതുക്കെ ചേർത്ത് പിടിക്കാം. ഇതൊരു ഫാമിലി ഗ്യാതറിങ്ങാണ്. തൊട്ടരികിലിരിക്കുന്ന കയ്യൊന്ന് പതുക്കെ ചേർത്ത് പിടിച്ച് ഒരു സെക്കൻഡ് വെറുതെ ഒന്ന് പേര് ചോദിക്കാം. അറിയത്തില്ലെങ്കിൽ പേരറിയത്തില്ലെങ്കിൽ പേര് ചോദിച്ച് വഴിയൊക്കെ പിന്നെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. പേര് മാത്രം മതിയാവും. ഒന്ന് കണ്ണുപൂട്ടി വെറുതെ കൈ കോർത്ത് ഒരു സെക്കൻഡ് നമുക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇരിക്കേണ്ട ഒരു സ്ഥലമായത്. മൈ ബ്രദർ, മൈ സിസ്റ്റർ,
എവിടെയൊക്കെയോ നമ്മൾ മാറി ജീവിക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ ഫ്രാൻസിസിൻ്റെ ഒരു നോവലുണ്ട്, പൗപ്പർ, ലോർഡ്സ് പൗപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനകത്ത് പറയുന്ന കണക്ക് നിന്റെ മുറിവിൽ ചുംബിക്കുമ്പോൾ ഞാൻ നിൻ്റെ മുറിവിലല്ല ചുംബിക്കുന്നത്, മനുഷ്യ രാശിയുടെ വേദനയിലാണെന്നൊക്കെ പറയുന്ന കണക്ക് ഒരു കൈകോർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ കൈകോർത്ത് പിടിക്കുന്ന അടുത്തിരിക്കുന്ന ആളുടെ ദുഃഖങ്ങളോ വ്യസനങ്ങളോ മാത്രമല്ല, മറിച്ച് മാനവരാശിയുടെ വേദനയാണ്. ഹ്യൂമൻ കൈൻഡ്. നമുക്കറിയാവുന്ന രീതിയിൽ അയാൾക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അയാളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു അക്കമ്പനിമെൻ്റ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പരിഹാരങ്ങളല്ല, ഒരു സഹയാത്ര. എത്രയോ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാണുകയാണ്. എത്രയോ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കൈകോർത്ത് പിടിക്കുകയാണ്. ഇതെൻ്റെ സഹോദരനാണ്. അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു മാനവരാശിയുണ്ട്. അതിൻ്റെ പരിക്കുകളിലേക്ക് ഞങ്ങൾ കുറേ കൂടി ശ്രദ്ധിക്കാം. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഹീലിംഗ് ആണ്. അവരുടെ പാനപാത്രങ്ങൾ കുടിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ കൂടെ ഇരിക്കാം. യേശു അത്രേ പറഞ്ഞിട്ടുള്ളൂ, ഞാനിത് പാനപാത്രം അഭിമുഖിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുക. അവർക്കത് പറ്റിയില്ലെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനകത്ത് കഥയൊന്നുമില്ല. അവരാഗ്രഹിച്ചിരുന്നത്. മനസ്സുകൊണ്ട് താങ്കളുടെ 4ാമത്തെ കോപ്പ, തട്ടിമാറ്റിയ കോപ്പ, ഞങ്ങൾ കൂടെ ഇരിക്കാം. ആമേൻ. ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയൊരു ജസ്റ്റർ ഓഫ് ലവ് എന്ന് പറയുന്നത് ഹഗ്ഗാണ്. ഞങ്ങളതിനെ വിളിക്കുന്ന വാക്ക് ഫ്രാൻസിസ്കൻ ഹഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ കൈകോർത്ത് പിടിച്ച ആ ഒരു ബ്രദർ സിസ്റ്ററിനെ നമുക്കൊന്ന് വെറുതെ ഒന്ന് ആശ്ലേഷിക്കാം. ഹഗ് പ്ലീസ്. ഒന്ന് പതുക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം. നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഡ്രോൺ വിഷനാണ് കിട്ടുന്നത്, അല്ലേ? ഞാൻ ഇവിടെ നിന്നാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 10-200 പേര് അപരിചിതരല്ല, മറിച്ച് എന്താണ്, സിംഗിൾ യൂണിറ്റാണ്. അങ്ങനെ മനുഷ്യരിങ്ങനെ ഹഗ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് പിടുത്തം കിട്ടിയതൊരു വലിയ വീടാണ്. യേശു സാധാരണ ബന്ധങ്ങളിൽ വിശ്വസിച്ചിട്ടില്ല അധികം. യേശു മനുഷ്യ രൂപപ്പെടുത്തുന്ന ബന്ധങ്ങളിലാണ് കൂടുതൽ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും പുതിയ നിയമം എന്ന് പറയുന്ന ബുക്ക് ഓഫ് അഡോപ്ഷനാണ്. അല്ല, ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റേതല്ലാത്തൊരു കുഞ്ഞിനെ സ്വീകരിച്ച കഥയിലാണെന്ത് ഇത് ആരംഭിക്കുന്നത്. ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? മേരി എന്ന് പറയുന്നൊരു സ്ത്രീ തൻ്റേതല്ലാത്തൊരു ചെറുപ്പക്കാരനെ മകനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ്. അഡോപ്ഷനിൽ ആരംഭിച്ച് അഡോപ്ഷനിൽ അവസാനിക്കുന്ന പുസ്തകമാണെന്ത്? പുതിയ നിയമം. വി ആർ ഹിയർ ടു അഡോപ്റ്റ്. മനുഷ്യനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ, അതിനുവേണ്ടി മാത്രമാണ് നമ്മളെന്ന് നടിവരയിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
ബോബി അച്ഛൻ്റെ ഈ ടോക്കിന്